എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഇന്നും കൂടി ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഇന്നും ഇന്നലെ ഒക്കെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ തന്നെ ആണെങ്കിലും ഫ്രണ്ട്സിൻ്റെ ആണെങ്കിലും ഒക്കെ കുറേ അനുഭവങ്ങൾ കണ്ടും കേട്ടും നിന്നവരാണ് നമ്മൾ. അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. ഉറപ്പായിട്ടും കാരണം നമ്മളിപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ പ്രണയിച്ച് തുടങ്ങുകയാണെന്ന് വെച്ചോ, നമ്മൾ സീരിയസ് ആയിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നാളെ അവർ ഇപ്പോൾ ഓരോരോ അക്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരതിലേക്ക് പോകും. പിന്നെ അവർക്കൊപ്പോൾ ന്യൂ ഫ്രണ്ട്സ് ആവും. പിന്നെ അതൊരു റിലേഷനിലേക്ക് മാറും. അതങ്ങനെ അങ്ങ് പോകും. അപ്പോൾ അവർക്ക് എന്താ, അപ്പോൾ അവർ ചോദിക്കും ഇതിനേക്കാളും ബെറ്റർ അതായിരിക്കും. അങ്ങനെ ചിന്തിച്ച് അതങ്ങനെ പൊക്കോണ്ടേയിരിക്കും. അതാണ് ഇപ്പോൾ ഏറ്റവും ഫോണല്ല. ഇപ്പം നമ്മൾ ഉറപ്പായിട്ട് നിൽക്കുകയാണെങ്കിൽ പ്രണയിക്കുന്ന എത്ര പേരുണ്ട്. ഇപ്പോൾ ഫോൺ യൂസ് ചെയ്താലും ഈവൻ ഒരു ഗേളും പോയി തമ്മിൽ റിലേഷൻ ആവുന്നു. ചിലപ്പോൾ ഗേൾ ജെന്യൂനായിട്ട് നിൽക്കുമായിരിക്കും. നമ്മുടെ കയ്യിൽ എല്ലാവരും കയ്യിൽ ഫോൺ ഉണ്ടാവും. പക്ഷേ ഗേൾ അങ്ങനെ നിൽക്കും. നമ്മുടെ ഫോൺ ഉണ്ടായിട്ട് പോലും നമ്മൾ അങ്ങനെ ആയിരിക്കും നിൽക്കുന്നത്. പക്ഷേ ബോയ്സ് അങ്ങനെ ആവാൻ വരില്ല. ചിലപ്പോൾ ഗേൾസ് അങ്ങനെ ആവാൻ വരില്ല. രണ്ടുപേരെങ്കിലും കുഴപ്പങ്ങളുണ്ട്, എന്തായാലും ഉണ്ടാവില്ല. കാരണം ഇപ്പോൾ പിന്നെയും ഒരു കൺസെപ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കൂടുതൽ പിന്നീട് അറേഞ്ച് മാരേജ് ആണെന്ന് തോന്നുന്നു. പഴയ കാലം അങ്ങനെ നോക്കുമ്പോൾ പഴയ കാലത്ത് കൂടുതൽ അറേഞ്ച് മാരേജ് ആയിരുന്നല്ലോ. ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ ഇനിയും അത് തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. കാരണം എല്ലാവർക്കും ഓരോരോ അനുഭവങ്ങൾ ഉണ്ടായി തുടങ്ങി ഇപ്പോൾ.